Good morning students. Today we are going to start with new topic, verification of capital and liabilities. First one, capital. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എങ്ങനെയാണ് വെരിഫൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് the auditor should verify all transactions relating to capital during the year and ensure that the amount of capital disclosed in the balance sheet is correct. ആദ്യം ഓഡിറ്റർ ഒരു ക്യാപിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ ആദ്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പോകുന്നത് ആ വർഷത്തിലെ ക്യാപിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യുക. ദെൻ അവിടെ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയാണോ നമ്മളുടെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ എപ്പോഴും വെരിഫൈ ചെയ്യുന്നത് നമ്മളുടെ പ്രീവിയസ് ഇയറിലെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ള എമൗണ്ടുമായിട്ടാണ് അത് വെരിഫൈ ചെയ്യുക. ഇനി സപ്പോസ് ഇൻ ദ കേസ് ഓഫ് സോൾ ട്രേഡർ ആണെങ്കിൽ അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് എക്സാമിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സപ്പോസ് എന്തെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ അയാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബോറോയിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻട്രീസ് ക്യാഷ് ബുക്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ വെച്ചിട്ടാണ് അവിടെ വെരിഫൈ ചെയ്യുന്നത്. ഇനി ഇൻ ദ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ അവിടെ എക്സാമിൻ ചെയ്യുന്നത് ഒബ്വിയസ്ലി അവിടുത്തെ പാർട്ട്ണർഷിപ്പ് ഡീഡ് തന്നെയായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം കോൺട്രിബ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ എത്രയായിരിക്കും, അതുപോലെ തന്നെ അവരുടെ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ഡ്രോയിങ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പാർട്ട്ണർഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് വെരിഫൈ ചെയ്താൽ അല്ലെങ്കിൽ അത് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റർക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി സപ്പോസ് ഒരു കമ്പനിയുടെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ ദ കേസ് ഓഫ് കമ്പനി അവിടെ നമ്മൾ വെരിഫൈ ചെയ്യുന്നത് അഡീഷണൽ ക്യാപിറ്റൽ ഇഷ്യൂഡ് ഡ്യൂറിങ് ദി ഇയർ. ആ ഒരു വർഷത്തിൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എക്സാമിൻ ചെയ്യണം. സോ അത് നമ്മൾ നോക്കുന്നത് കമ്പനീസ് ആക്റ്റിലുള്ള പ്രൊവിഷൻസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഇതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണോ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രൊവിഷൻസും ഫോളോ ചെയ്തുകൊണ്ടാണോ എന്നുള്ളത് അവിടെ ഓഡിറ്റർ എക്സാമിൻ ചെയ്യേണ്ടതാണ്. ഇനി ചെക്ക് വെദർ ദ ഷെയർസ് ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷ്. ഇനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ക്യാഷിനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്യാനായിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഓഡിറ്റർ അവിടെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇഫ് ദ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഇനി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പ്രീമിയത്തിനാണെങ്കിൽ അവിടെ എമൗണ്ട് ഓഫ് പ്രീമിയം നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ കറക്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എക്സാമിൻ ചെയ്യണം. അതുപോലെ തന്നെ സെയിം നമ്മൾ ബാലൻസ് ഷീറ്റിലും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി വേർ ഷെയർസ് ആർ ഇഷ്യൂഡ് ടു ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ് ഇൻ എക്സസൈസ് ഓഫ് എൻ ഓപ്ഷൻ ഗ്രാൻറ്റഡ്. ഇനി ഷെയർസ് നമ്മൾ ഏതെങ്കിലും ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ എംപ്ലോയീസിനോ ഒക്കെ ഓപ്ഷൻ ഗ്രാൻറ്റ് ചെയ്യാനായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സീ ദാറ്റ് ദ ടേംസ് ഓഫ് ഇഷ്യൂ ഓഫ് ഓപ്ഷൻ ഷെയർസ് ഹാവ് ബീൻ കംപ്ലൈഡ് വിത്ത്. അപ്പോൾ ഓപ്ഷൻ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും, അതൊക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയാണോ ഇതൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓഡിറ്റർ അവിടെ വെരിഫൈ ചെയ്യേണ്ടതാണ്. If the bonus shares are issued, the auditor should check that the provision, ഇനി സപ്പോസ് നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാറുണ്ട്, അങ്ങനെ ബോണസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലുള്ള പ്രൊവിഷൻ പ്രകാരമാണോ നമ്മളത് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്സ് ഒക്കെ നമ്മൾ അതിൻ്റെ ഗൈഡ് ലൈൻസ്, അങ്ങനെ എന്തെങ്കിലും റിസർവ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും അവിടെ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓഡിറ്റർ ക്യാപിറ്റൽ വെരിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ക്യാപിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ആ ഒരു പർട്ടിക്കുലർ ഇയറിലത്തെ അതെല്ലാം വെരിഫൈ ചെയ്യുക. മാത്രമല്ല അത് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് എമൗണ്ടിന് തന്നെയാണോ എന്നുള്ളതും അവിടെ വെരിഫൈ ചെയ്യുക. ദെൻ ഓപ്പണിംഗ് ബാലൻസ്, ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത് ഓഡിറ്റഡ് പ്രീവിയസ്
ഇയറിലെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിലെ എമൗണ്ടുമായിട്ട് ആയിരിക്കും നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യുന്നത്. ദെൻ സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് സോൾ ട്രേഡർ, ഒരു സോൾ ട്രേഡറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സാമിൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു അഡീഷണൽ, അവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് എക്സാമിൻ ചെയ്യും. അഡീഷണൽ എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോറോയിങ്സ് നമ്മൾ അവിടെ നിന്ന് നടത്തിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്യാഷ് ബുക്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വെരിഫൈ ചെയ്തിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ്, നമുക്കറിയാം നമ്മൾ തീർച്ചയായിട്ടും അവിടെ എക്സാമിൻ ചെയ്യുന്ന പാർട്ട്ണർഷിപ്പ് ഡീഡ് തന്നെയാണ്. അപ്പോൾ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ ടു ക്യാപിറ്റൽ എത്രയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്ന് അറിയാൻ പറ്റും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്. അതുപോലെ ഏതെങ്കിലും പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അതിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ദ കേസ് ഓഫ് കമ്പനി, അവിടെ അഡീഷണൽ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ മെമ്മോറൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് ഫോളോ ചെയ്തിട്ടാണോ എന്നുള്ളതും നോക്കും. ദെൻ ഷെയർസ് നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ പ്രീമിയം നമ്മളുടെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ അത് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഡയറക്ടേഴ്സിനൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും എംപ്ലോയീസിനൊക്കെ ഇഷ്യൂ ഷെയർസ്, ഓപ്ഷൻ ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ അഥവാ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ പ്രൊവിഷൻ പ്രകാരമാണോ, എല്ലാ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്താ റിസർവ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വയ്ക്കുന്നതാണ് റിസർവ് എന്ന് പറയുന്നത്. റിസർവ്സ് ആർ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ റെസിപ്റ്റ് ഓഫ് സ്പെഷ്യൽ നേച്ചർ സെറ്റ് അപ്പാർട്ട് ബൈ എ ബിസിനസ് ഫോർ ജനറൽ ഓർ സം സ്പെസിഫിക് പർപ്പസ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റിൽ നിന്നും ഒരു ഭാഗം നീക്കി വയ്ക്കുകയാണ്. അത് എന്തെങ്കിലും ഒരു ജനറൽ പർപ്പസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിനൊക്കെ ആ സമയത്ത് മീറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ നീക്കി വയ്ക്കുന്നതിനെയാണ് റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ പാർട്ട് ഓഫ് ഓൺഡ് ഫണ്ട് ഓഫ് എ ബിസിനസ്. ദ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ, അവിടെ ഓഡിറ്റർ എക്സാമിൻ ചെയ്യേണ്ടത് ദ നേച്ചർ ഓഫ് റിസർവ്. റിസർവ് എന്ന് പറയുമ്പോൾ പല നേച്ചറിലുള്ള റിസർവ് ഉണ്ടാകും. അപ്പോൾ അത് ഏത് നേച്ചറിലുള്ള റിസർവ് ആണ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ നിന്നും എത്ര എമൗണ്ട് നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഇൻ റിസർവ് അക്കൗണ്ട്, ആ ഒരു വർഷത്തിലെ എത്ര റിസർവ് അക്കൗണ്ടിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ്, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, ഇതൊക്കെ അവിടെ വെരിഫൈ ചെയ്യുന്നതാണ്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റവന്യൂവും എക്സ്പെൻഡിച്ചറും തമ്മിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ അവിടെ നടന്നിട്ടില്ലേ എന്നുള്ളതും അവിടെ ചെക്ക് ചെയ്യേണ്ടതാണ്. അതൊക്കെ ബാലൻസ് ഷീറ്റിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടില്ലേ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഇനി നമ്മൾ ഈ ഒരു വർഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിസർവ് നമ്മളത് വെരിഫൈ ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ, ഇപ്പോൾ ഓരോന്നിനും മാനേജ്മെൻറ്റ് അതിൻ്റേതായ ഡിസിഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മാനേജ്മെൻറ്റ് ഒരു ഡിസിഷൻ ഉണ്ടാവും. അപ്പോൾ മാനേജ്മെൻറ്റ് ഡിസിഷൻസൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണോ നമ്മൾ ഈ വർഷം റിസർവ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും അവിടെ ഓഡിറ്റർ എക്സാമിൻ ചെയ്യണം. He should see that the revenue reserves are created only out of profit otherwise available for distribution as dividend. Where reserves are created to comply with legal requirements, for example capital redemption reserve account, revaluation reserve account, he should examine the legal provision. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഒരു റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ലീഗൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതും അവിടെ ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. എല്ലാ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സും നമ്മൾ കംപ്ലൈ ചെയ്യുന്നില്ലേ, ഫോളോ ചെയ്യുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നമ്മൾ പറഞ്ഞു, റിസർവ്സ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിനോ അല്ലെങ്കിൽ ഒരു ജനറൽ പർപ്പസിനോ വേണ്ടി മാറ്റി വയ്ക്കുന്നതിനെയാണ് റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് ചെയ്യുമ്പോൾ അവിടെ ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടത് ദ നേച്ചർ ഓഫ് റിസർവ് എങ്ങനെയുള്ളതാണ്, അതുപോലെ കഴിഞ്ഞ വർഷത്തിൽ നിന്നും എത്ര എമൗണ്ട് നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് എത്രയൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. പിന്നെ
പിന്നെ അവിടെ വെരിഫൈ ചെയ്യേണ്ടത് ഇതെല്ലാം കൃത്യമായിട്ട് ഇപ്പോൾ റവന്യൂ അതുപോലെ തന്നെ ക്യാപിറ്റലൊക്കെ പ്രോപ്പറായിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ, അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ, ബാലൻസ് ഷീറ്റിൽ കറക്റ്റ് എമൗണ്ടിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. ദെൻ പിന്നെ പറയുന്നത് അതിൻ്റെ ലീഗൽ റിക്വയർമെൻറ്റ്സ്, ആ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് അതൊക്കെ എക്സാമിൻ ചെയ്യുക എന്നുള്ളത്. തേർഡ് വൺ ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോങ് ടേം ബോറോയിങ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിബഞ്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോങ് ടേം ബോറോയിങ്, മാത്രമല്ല ബൈ ദ ക്ലയൻറ്റ് റീപേയബിൾ ഓൺ മെച്യൂരിറ്റി. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആവുമ്പോൾ നമ്മൾ അതിൻ്റെ റീപേയ്മെൻറ്റ് ചെയ്യും. അങ്ങനെയുള്ള ലോങ് ടേം ബോറോയിങ്സ് അതിനെയാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഓഡിറ്റർ എക്സാമിൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക? പ്രീവിയസ് ഇയറിലെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിലെ എമൗണ്ടുമായിട്ടാണ് അവിടെ ഓപ്പണിംഗ് ബാലൻസ്, ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വെരിഫൈ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഫ്രഷ് ഇഷ്യൂ, ഡിബഞ്ചേഴ്സിൻ്റെ ഫ്രഷ് ഇഷ്യൂ ഒക്കെ നമ്മൾ ഈ ഒരു വർഷത്തിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡിൽ നിന്നും അതിൻ്റെ ഇഷ്യൂമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്നുള്ളതും എക്സാമിൻ ചെയ്യേണ്ടതാണ്. വെരിഫൈ ദ എമൗണ്ട് റിസീവ്ഡ് വിത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇനി വെരിഫൈ ചെയ്യേണ്ടത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എമൗണ്ടും അതുപോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്ററിലുള്ള എമൗണ്ടും വെച്ചിട്ടും അത് വെരിഫൈ ചെയ്യും. ഡിബഞ്ചേഴ്സൊക്കെ റെഡീം ചെയ്യുന്നതോ, അല്ലെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ റെഡീം ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ആവുമ്പോൾ റിഡംഷൻ അല്ലെങ്കിൽ കൺവേർഷൻ ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെയല്ലേ ഇതിൻ്റെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സും അതുപോലെ തന്നെ കൺവേർഷൻ, ഈ ഷെയർസിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നതും എല്ലാ ലീഗൽ റിക്വയർമെൻറ്റ്സും ഫോളോ ചെയ്തുകൊണ്ട് തന്നെയല്ലേ എന്നുള്ളത് ഓഡിറ്റർ അവിടെ എക്സാമിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡിബഞ്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോങ് ടേം ബോറോയിങ് ബൈ ദ ക്ലയൻറ്റ് റീപേയബിൾ ഓൺ മെച്യൂരിറ്റി. ദെൻ ഇവിടെ എക്സാമിൻ ചെയ്യുന്നത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസും പ്രീവിയസ് ഇയറിൻ്റെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിലെ എമൗണ്ടും വെച്ചിട്ടാണ് അവിടെ നമ്മൾ അത് എക്സാമിൻ ചെയ്യുന്നത്. ദെൻ ഡിബഞ്ചേഴ്സൊക്കെ നമ്മൾ ഈ വർഷത്തിൽ ഫ്രഷായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡിൻ്റെ ഇഷ്യൂമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്, മാത്രമല്ല എല്ലാ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രൊവിഷൻസും ഫോളോ ചെയ്തിട്ട് തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതും വെരിഫൈ ചെയ്യണം. സപ്പോസ് അത് നമ്മൾ റിഡീം ചെയ്യും, അല്ലെങ്കിൽ അത് ഷെയർസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാറുണ്ട്. സോ ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഫോളോ ചെയ്തിട്ട് തന്നെയല്ലേ എന്നുള്ളതും ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ലോങ് ടേം ലോൺസ് ആണ്. ലോങ് ടേം ലോൺസ് എന്ന് പറയുന്നത് മോർഗേജ് ലോൺസ് ഫ്രം ബാങ്ക്സ് അല്ലെങ്കിൽ ലോൺസ് ഫ്രം അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യും. അപ്പോൾ വെരിഫൈ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള ലോൺ അഗ്രിമെൻറ്റുകൾ, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ ലോങ് ടേം ലോൺസ് ഒക്കെ വെരിഫൈ ചെയ്യുന്നത്. അവിടെ ഓഡിറ്റർ എക്സാമിൻ ചെയ്യുന്നത് ദ പീരീഡ് ഓഫ് ലോൺ, എത്രയാണ് ആ നമ്മളെടുത്ത ലോണിൻ്റെ പീരീഡ്, ഡ്യൂറേഷൻ എത്രയാണ്, എത്ര ഇൻട്രസ്റ്റ് പേയബിൾ ആയിട്ടുണ്ട്, കൊടുക്കാനുണ്ട്, നേച്ചർ ഓഫ് സെക്യൂരിറ്റീസ് ഗിവൺ. നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ അതിനെന്തെങ്കിലും സെക്യൂരിറ്റി കൊടുത്തിട്ടായിരിക്കും ലോൺ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഏത് നേച്ചറിലുള്ള സെക്യൂരിറ്റി ആണോ നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അത് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും എമൗണ്ട് എത്രയാണ്, ഇൻസ്റ്റാൾമെൻറ്റ് പെയ്ഡ് എമൗണ്ട് എത്രയാണ് ഇപ്പോൾ മെച്യൂരിറ്റി ഡേറ്റ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബാലൻസ് ഷീറ്റ് ഡേറ്റ് നോക്കുമ്പോൾ എത്ര എമൗണ്ട് ഇനി ഡ്യൂ ആയിട്ടുണ്ട്, എത്ര നമ്മളിനി കൊടുക്കാനുണ്ട്, എത്ര ബാലൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഹി ഷുഡ് ഒബ്റ്റെയിൻ കൺഫർമേഷൻ ഫ്രം ബാങ്ക്സ് അല്ലേ. അപ്പോൾ ലോൺ ആവുമ്പോൾ ചിലപ്പോൾ ബാങ്കിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ആരാണോ ക്രെഡിറ്റേഴ്സ് അവരുടെ കയ്യിൽ നിന്നും ഓഡിറ്റർ എന്ത് ചെയ്യും, കൺഫർമേഷൻ എടുക്കും. അതായത് എത്ര എമൗണ്ടാണ് ഇനി നമ്മൾ അടയ്ക്കാനുള്ളത് എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ ലോങ് ടേം ലോൺസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു മോർഗേജ് ലോൺസ് ആവാം, അല്ലെങ്കിൽ ബാങ്കിൻ്റെയോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് എടുക്കുന്ന ലോൺസൊക്കെ ആയിരിക്കും. സോ അത് നമ്മൾ വെരിഫൈ ചെയ്യുന്നത് അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ലോൺ അഗ്രിമെൻറ്റോ അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ വെച്ചിട്ടാണ് അവിടെ വെരിഫൈ ചെയ്യുക.
അവിടെ ഓഡിറ്റർ എക്സാമിൻ ചെയ്യുന്നത് ഏത് നേച്ചറിലുള്ള ലോണാണ്, അതിൻ്റെ എത്ര പീരീഡാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്, എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്, എന്തൊക്കെ നേച്ചർ ഓഫ് സെക്യൂരിറ്റി നമ്മൾ ഏതാണ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര കൊടുത്തു, ഇനി ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആകുമ്പോഴേക്കും എത്ര എമൗണ്ട് നമ്മൾ ഡ്യൂ ആയിട്ടുണ്ട്, എത്ര നമ്മൾ കൊടുക്കാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ അവിടെ ബാങ്ക് ആണെങ്കിൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഓഡിറ്റർ അവിടെ ഇനി എത്ര എമൗണ്ട് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ കിട്ടാനുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വെരിഫിക്കേഷനും നടത്തും. നെക്സ്റ്റ് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ കേസിൽ പറയുന്നത് അവിടെ ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സ് ലെഡ്ജറാണ്. മാത്രമല്ല അതിലുള്ള എൻട്രീസൊക്കെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിലുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സൊക്കെ വെച്ചിട്ട് പർച്ചേസ് ഓർഡേഴ്സ്, സപ്ലയേഴ്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്സ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് അവിടെ വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നത് എല്ലാ പോസ്റ്റിങ്ങും എല്ലാ ബാലൻസിങ്ങും അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണെങ്കിലും അങ്ങനെ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ട്സൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് കറക്റ്റ് അല്ലേ എന്നുള്ളത് ഓഡിറ്റർ അവിടെ വെരിഫൈ ചെയ്യും. മാത്രമല്ല ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള കൺഫർമേഷനും എടുക്കാറുണ്ട്. എത്ര എമൗണ്ട് ഇനി നമ്മൾ കൊടുക്കാനുണ്ട് എന്നുള്ളത്, അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എത്രയാണ് ഇനി കൊടുക്കാനുള്ളത് എന്നൊക്കെ അറിയാനായിട്ട്. എല്ലാ കേസിലും അല്ല, എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെന്നെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ അങ്ങനെ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും കൺഫർമേഷൻ എടുക്കാറുണ്ട്. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ക്രെഡിറ്റേഴ്സ് ലെഡ്ജറാണ് അവിടെ വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, പർച്ചേസ് ഓർഡേഴ്സ്, സപ്ലയേഴ്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്സ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് അവിടെ വെരിഫൈ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. എല്ലാ ഡീറ്റെയിൽസും, അതായത് പോസ്റ്റിംഗ് ചെയ്തത്, ബാലൻസിങ്, ക്യാരി ഫോർവേഡ് ചെയ്തത്, അങ്ങനെ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ട്സിൽ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് അല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യും. ദെൻ he should get an confirmation from the creditors for the balance due at the end of the year in appropriate cases. നെക്സ്റ്റ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ്. നമുക്കറിയാം എന്താണ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു തീർക്കാനുള്ള എക്സ്പെൻസ്, അതിനെയാണ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ വരാറുള്ളത് വേജ്, സാലറി, ഇൻട്രസ്റ്റ്, റെൻറ്റ്, ഓഫീസ് എക്സ്പെൻസ്, ഇതൊക്കെയാണ് സാധാരണ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിൽ കാണാറുള്ളത്. അപ്പോൾ ഇവിടെ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദ നേച്ചർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അല്ലേ, ഇതിൽ ഏത് നേച്ചറിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്, പിന്നെ എന്തുകൊണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആവുന്നത് എപ്പോഴാണ്, നമ്മളത് മീറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ്. അപ്പോൾ എന്ത് റീസൺ കൊണ്ടാണ് അത് ഔട്ട്സ്റ്റാൻഡിങ് ആയി നിൽക്കുന്നത്, എന്ത് റീസൺ കൊണ്ടാണ് നമ്മൾ ആ എക്സ്പെൻസസ് ഡ്യൂ ആയിട്ടും മീറ്റ് ചെയ്യാതെ നിൽക്കുന്നത് എന്നുള്ളതും കൂടെ ഓഡിറ്റർ ഇവിടെ വെരിഫൈ ചെയ്യും. He should verify whether adjusting entries are made for outstanding expenses. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണെങ്കിൽ അതിൽ നമ്മൾ കുറേ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നില്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യും. അതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ ചില കേസുകളിൽ ആ കൺസേൺഡ് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്നുള്ള കൺഫർമേഷനും എടുക്കാറുണ്ട്. അപ്പോൾ എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് നെക്സ്റ്റ് പറഞ്ഞത്. സാധാരണ വേജ്, സാലറി, ഇൻട്രസ്റ്റ്, റെൻറ്റ്, ഇതൊക്കെയാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഇവിടെ ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നത് ഏത് നേച്ചറിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്, എന്ത് റീസൺ കൊണ്ടാണ് ഡ്യൂ ആയിട്ടും അത് നമ്മൾ മീറ്റ് ചെയ്യാത്തത്, ആ രണ്ട് കാര്യങ്ങളും ഓഡിറ്റർ ആദ്യം അവിടെ വെരിഫൈ ചെയ്യും. ദെൻ പിന്നെ നോക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിന് അതിന് കൺസേൺഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഇട്ടിട്ടില്ലേ എന്നുള്ളതും, അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് കേസുകളാണെന്നുണ്ടെങ്കിൽ ഓരോ കേസിലും കൺസേൺഡ് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്നും ആവശ്യമാണെങ്കിൽ കൺഫർമേഷൻ എടുക്കാറുണ്ട്. നെക്സ്റ്റ് വൺ പ്രൊവിഷനാണ്. പ്രൊവിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ പ്രൊവിഷൻ ചെയ്യാറുള്ളത്, അതായത് പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഫ്യൂച്ചർ ലയബിലിറ്റീസ് അറൈസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോസ് ഒക്കെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ പ്രൊവിഷനിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന പ്രൊവിഷൻ പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്, പ്രൊവിഷൻ ഫോർ കണ്ടിജൻസി, അല്ലേ, ഫ്യൂച്ചറിൽ വരുന്ന ലയബിലിറ്റീസിന് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഓഡിറ്റർ അവിടെ വെരിഫൈ ചെയ്യുന്നത് ദ ബേസിസ് ഓഫ് പ്രൊവിഷൻ, എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നേച്ചർ ആൻഡ് ആഡിക്വസി ഓഫ് പ്രൊവിഷൻ വിത്ത് ഡിസിഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ദിസ് റെസ്പെക്റ്റ്.
ഏത് നേച്ചറിലുള്ള പ്രൊവിഷനാണ്, മാത്രമല്ല അവിടെ ആ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആഡ്വക്കസി ആവശ്യകത ഉണ്ടോ, ഇതൊക്കെ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഓഡിറ്റർ വെരിഫൈ ചെയ്യാറുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഹി ഷുഡ് എക്സാമിൻ ബാലൻസ് ഓഫ് പ്രൊവിഷൻ അറ്റ് ദ ബിഗിനിങ്. അപ്പോൾ തുടക്കത്തിൽ എത്രയാണ് പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്, അതുപോലെ ചിലപ്പോൾ പ്രൊവിഷൻസ് റൈറ്റ് ഓഫ് ചെയ്യാം, അഡീഷണൽ പ്രൊവിഷൻസ് ചിലപ്പോൾ ഈ കറൻറ്റ് ഇയറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയറിൽ എത്ര പ്രൊവിഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്റർ ഇവിടെ വെരിഫൈ ചെയ്യും. ഓഡിറ്റർ നെക്സ്റ്റ് വെരിഫൈ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ പ്രുഡൻഷ്യൽ നോംസും ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണോ നമ്മൾ ഈ പ്രൊവിഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, മാനേജ്മെൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മാനേജ്മെൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്താണ്, അതുപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 29 ICAIയുടെ 29 ഒക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയല്ലേ ഈ പ്രൊവിഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഓഡിറ്റർ അവിടെ എക്സാമിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ പ്രൊവിഷൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ടു മീറ്റ് അവർ ഫ്യൂച്ചർ കണ്ടിജൻസി അല്ലെ, ഫ്യൂച്ചറിലുള്ള ഒരു ലയബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ലോസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ സാധാരണ പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊവിഷൻ ഫോർ ഡിവിഡൻറ്റ്, പ്രൊവിഷൻ ഫോർ കണ്ടിജൻസി, ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നത് എന്ത് ബേസിസിലാണ് നമ്മൾ ഈ പ്രൊവിഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഏത് നേച്ചറിലുള്ള പ്രൊവിഷനാണ്, അത് നമ്മളുടെ മാനേജ്മെൻറ്റ് ഡിസിഷന് ആഡിക്വറ്റ് ആണോ, വേണ്ടത് തന്നെയാണോ, അതിൻ്റെ ആവശ്യകത എന്താണ്, ഇതൊക്കെയാണ് സാധാരണ അവിടെ വെരിഫൈ ചെയ്യുന്നത്. പിന്നെ അവിടെ നോക്കുന്നത് ബിഗിനിങ്ങിൽ എത്ര പ്രൊവിഷൻ ഉണ്ട്, എത്ര പ്രൊവിഷൻ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, ഈ കറൻറ്റ് ഇയറിൽ എത്ര പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയറിൽ എത്ര പ്രൊവിഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഓഡിറ്റർ അവിടെ വെരിഫൈ ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രുഡൻഷ്യൽ നോംസും ബേസ് ചെയ്തുകൊണ്ട് തന്നെയല്ലേ പ്രൊവിഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ICAIയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 29 ഫോളോ ചെയ്യുന്നില്ലേ എന്നുള്ളതൊക്കെ നോക്കണം. നെക്സ്റ്റ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആണ്. കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റീസ് വിച്ച് മേ ഓർ മേ നോട്ട് അറൈസ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ ഈവൻറ്റ്. കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് നമ്മൾ പറയാം, അപ്പോൾ ഒരു ഫ്യൂച്ചർ ഈവൻറ്റ് സംഭവിച്ചാൽ ചിലപ്പോൾ ഒരു ലയബിലിറ്റി വന്നേക്കാം, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നുണ്ട് ദ ടേം കണ്ടിജൻറ്റ് ലയബിലിറ്റി ഷുഡ് ബി യൂസ്ഡ് ഇൻ ദ അക്കൗണ്ടിങ് സെൻസ് ടു ഡെസിഗ്നേറ്റ് എ പോസിബിൾ ലയബിലിറ്റി ഓഫ് presently determine or indeterminable amount that arise from past circumstances or action which may or may not become a legal obligation in future and which is paid given rise to a loss of an expense or asset of a doubtful value. അപ്പോൾ ഇത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും പോകണ്ട. കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റി വിച്ച് മേ ഓർ മേ നോട്ട് അറൈസ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് എ സർട്ടൻ ഈവൻറ്റ്. അതായത് ഫ്യൂച്ചറിൽ ചില കാര്യങ്ങൾ സംഭവിച്ചാൽ ചിലപ്പോൾ അതൊരു ലയബിലിറ്റി ആവാം, ആവാതിരിക്കാം, ലയബിലിറ്റി ആയി മാറിയേക്കാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലയബിലിറ്റി ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് നോട്ട് മെച്ചുവേർഡ്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് മെച്ചുവേർഡ് ആയിട്ടില്ല. ലയബിലിറ്റി അണ്ടർ എ ഗ്യാരണ്ടി ഗിവൺ ടു തേർഡ് പാർട്ടി. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിക്ക് നമ്മൾ ഗ്യാരണ്ടി നിൽക്കാറുണ്ട്. അപ്പോൾ സപ്പോസ് അയാളത് അടച്ചില്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഭാവിയിൽ ഒരു ലയബിലിറ്റി ആയിട്ട് വരാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ലയബിലിറ്റി അറൈസിങ് അണ്ടർ ലിറ്റിഗേഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് എക്സെട്ര. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ലയബിലിറ്റി വരുന്നത് ഇപ്പോൾ എന്തെങ്കിലും ട്രേഡ് മാർക്കിൻ്റെ കേസിലോ അല്ലെങ്കിൽ കോപ്പിറൈറ്റൊക്കെ ലിറ്റിഗേഷൻ മീൻസ് അതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലംഘനം വയോലേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതൊക്കെ നമ്മൾക്ക് അതിൽ നിന്നും നമുക്ക് ഒരു ലയബിലിറ്റി അറൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പേയ്മെൻറ്റ്സ് പെൻഡിങ് ടു എംപ്ലോയി അണ്ടർ ഡിസ്പ്യൂട്ട്. ഇപ്പോൾ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് നമുക്ക് പേയ്മെൻറ്റൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ അരിയറായിട്ട് ക്യുമുലേറ്റീവ് ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർസിന് അരിയറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരുമിച്ച് കൊടുത്ത് തീർക്കേണ്ടി വരിക. ഇങ്ങനെയുള്ളതിനൊക്കെയാണ് നമുക്ക് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുക.
ഇവിടെ കണ്ടിജൻറ്റ് ലയബിലിറ്റി ഷുഡ് ബി വെരിഫൈഡ് വിത്ത് റെലവൻറ്റ് ഡീറ്റെയിൽസ് ലൈക്ക് ദ ടേംസ് ഓഫ് അഗ്രിമെൻറ്റ്. അപ്പോൾ കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് അഗ്രിമെൻറ്റിൽ അതിനെപ്പറ്റി എങ്ങനെയാണ് പറയുന്നത്, ഗ്യാരണ്ടി ഗിവൺ, റെസ്പോൺസിബിലിറ്റി, നമ്മളതുമായി റിലേറ്റ് ചെയ്ത് ഏറ്റെടുത്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഒരു തേർഡ് പാർട്ടിയോട് നമുക്കുള്ള ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടാണ് കണ്ടിജൻറ്റ് ലയബിലിറ്റി നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇവിടെ ഓഡിറ്റർ ഷുഡ് ഒബ്റ്റെയിൻ എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ മാനേജ്മെൻറ്റ്. അപ്പോൾ ഓഡിറ്റർക്ക് മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. അതിൽ എന്ത് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്? സ്റ്റേറ്റിംഗ് ദാറ്റ് ഓൾ കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ഹാവ് ബീൻ ഡ്യൂലി ഡിസ്ക്ലോസ്ഡ്. എല്ലാ കണ്ടിജൻറ്റ് ആ മാനേജ്മെൻറ്റ് എല്ലാ കണ്ടിജൻറ്റ് ലയബിലിറ്റീസും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഓഡിറ്റർക്ക് കിട്ടിയിരിക്കണം. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, there is no actual liabilities are included in contingent liability. അപ്പോൾ കണ്ടിജൻറ്റ് ലയബിലിറ്റീസിൽ അതല്ലാത്ത റിയൽ ആയിട്ടുള്ള ലയബിലിറ്റീസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളതും ഓഡിറ്റർ അവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. The auditor should ensure that contingent liabilities are disclosed in the balance sheet. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ടിജൻറ്റ് ലയബിലിറ്റി നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഒരു ഫുട് നോട്ടായിട്ടാണ് സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ ഫുട് നോട്ടായിട്ട് അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലേ എന്നുള്ളതും ഓഡിറ്റർ എക്സാമിൻ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു കണ്ടിജൻറ്റ് ലയബിലിറ്റിയുമായിട്ട് ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യം കമ്പനീസ് ആക്ട് 1956 ഷെഡ്യൂൾ 6 റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടല്ലേ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും അവിടെ എക്സാമിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ കണ്ടിജൻറ്റ് ലയബിലിറ്റീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആർ നത്തിങ് ബട്ട് ദ ലയബിലിറ്റി വിച്ച് മേ ഓർ മേ നോട്ട് അറൈസ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ ഈവൻറ്റ്സ്. ഫ്യൂച്ചറിൽ ചില ഈവൻറ്റ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ലയബിലിറ്റിയായി മാറിയേക്കാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിജൻറ്റ് ലയബിലിറ്റി വെരിഫൈ ചെയ്യുന്നത് കുറച്ച് റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതായത് അഗ്രിമെൻറ്റിൽ അതുമായി റിലേറ്റ് ചെയ്ത് പറയുന്ന ടേംസ്, എത്ര ഗ്യാരണ്ടി നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ അത്, എത്ര റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്, തേർഡ് പാർട്ടിയോട് നമുക്കുള്ള ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് അവിടെ വെരിഫൈ ചെയ്യുന്നത്. പിന്നെ അവിടെ ഓഡിറ്റർക്ക് കിട്ടേണ്ടത് മാനേജ്മെൻറ്റ് എല്ലാ തരത്തിലുള്ള കണ്ടിജൻറ്റ് ലയബിലിറ്റീസും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ വേണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് അവിടെ ദ ഓഡിറ്റർ ഷുഡ് എൻഷുർ നോ ആക്ച്വൽ ലയബിലിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഓഡിറ്റർ ഷുഡ് എൻഷുർ ദാറ്റ് കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആർ ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് എ ഫുട് നോട്ട്. അത് ചെയ്യേണ്ടത് കമ്പനീസ് ആക്ട് 1956 ഷെഡ്യൂൾ 6 റിക്വയർമെൻറ്റ്സ് പ്രകാരമാണ്. അങ്ങനെ ഫുട് നോട്ടായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബിൽസ് പേയബിൾ ആണ്. അപ്പോൾ ബിൽസ് പേയബിൾ എന്ന് പറയുമ്പോൾ ദ ഓഡിറ്റർ ഷുഡ് ഗെറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഓഡിറ്റർക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടണം. അതിലെ എല്ലാ ബിൽസ് പേയബിൾസും ഉണ്ടായിരിക്കണം. മാത്രമല്ല അത് കമ്പയർ ചെയ്യുന്നത് ബിൽസ് പേയബിൾ ബുക്കുമായിട്ടും അതുപോലെ തന്നെ ബിൽസ് പേയബിൾ അക്കൗണ്ടുമായിട്ടാണ് അത് കമ്പയർ ചെയ്യേണ്ടത്. അവിടെ എക്സാമിൻ ചെയ്യേണ്ടത് ക്യാഷ് ബുക്കും പാസ്ബുക്കും. അപ്പോൾ അതിൽ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കറിയാം ആ ഒരു ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഏതൊക്കെയാണ് നമ്മൾ വിച്ച് ഹാവ് ബീൻ മെറ്റ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റിന് ശേഷം നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ള ബിൽസ് ഏതൊക്കെയാണ്. അതുപോലെ തന്നെ ഓഡിറ്റിന് മുന്നേ നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ള ബിൽസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. The bills payable already paid should be verified with the entries in cash book. ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രീസ് നമ്മളുടെ ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവും, പാസ്ബുക്കിലും എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഹി ഷുഡ് ഓൾസോ ചെക്ക് ദ ബിൽസ് പേയബിൾ ഡിസോണേർഡ്. ഇനി നെക്സ്റ്റ് ചിലപ്പോൾ ഡിസോണറിങ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ബിൽസ് പേയബിൾ ആണ് പറയുന്നത്. അപ്പോൾ ബിൽസ് പേയബിളിൽ പറയുന്നുണ്ട് ലിസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ബിൽസ് പേയബിൾ, എന്നിട്ട് അത് കമ്പയർ ചെയ്യുന്നത് ബിൽസ് പേയബിൾ ബുക്കുമായിട്ടും ബിൽസ് പേയബിൾ അക്കൗണ്ടുമായിട്ടാണ്. ദെൻ ഹീ ഷുഡ് എക്സാമിൻ ദ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാൻ പറ്റും ബാലൻസ് ഷീറ്റ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് ഏതാണ്, ഓഡിറ്റിങ്ങിൻ്റെ മുന്നേ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് ഏതാണെന്നുള്ളതൊക്കെ അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റുക ക്യാഷ് ബുക്കും ബാങ്ക് പാസ്ബുക്കും ഒക്കെ വെച്ചിട്ടാണ്. പിന്നെ ഡിസോണർ ചെയ്തതും വെരിഫൈ ചെയ്യണം.
ഇനി എമൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അപ്പോൾ ഇവിടെ ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും എമൗണ്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്യണം. അതിന് കൺസേൺഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റിംഗ് എൻട്രീസ് സാധാരണ നമ്മൾ കൊടുക്കാറുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലേ എന്നുള്ളതും ഓഡിറ്റർ അവിടെ എക്സാമിൻ ചെയ്യണം. പിന്നെ ഉറപ്പ് വരുത്തേണ്ടത് he should also make sure that a certified schedule thereof is obtained. എമൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസിൻ്റെ ഒരു സർട്ടിഫൈഡ് ഷെഡ്യൂൾ ഓഡിറ്റർക്ക് കിട്ടിയിട്ടില്ലേ എന്നുള്ളതും, അതുമാത്രമല്ല അതൊക്കെ നമുക്ക് മുൻകൂട്ടി കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് എന്താണ് ലയബിലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിച്ചിട്ടില്ലേ എന്നുള്ളതും വെരിഫൈ ചെയ്യാം. അപ്പോൾ എമൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസിൻ്റെ കേസിൽ വെരിഫൈ ചെയ്യുന്നത് എത്ര എമൗണ്ട് നമുക്ക് ഇൻ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്, അതിന് കൺസേൺഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റിംഗ് എൻട്രീസ് നമ്മൾ കൊടുത്തിട്ടില്ലേ, അതുപോലെ തന്നെ ഓഡിറ്റർക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് ഷെഡ്യൂളും കിട്ടിയിരിക്കണം. അതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാലൻസ് ഷീറ്റിൽ അത് ലയബിലിറ്റി ആയിട്ട് കാണിച്ചിട്ടില്ലേ എന്നുള്ളതും നോക്കണം. നെക്സ്റ്റ് വൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്? നമ്മളുടെ കറൻറ്റ് അക്കൗണ്ടിൽ ഉള്ളതിനെക്കാട്ടിലും എക്സസ് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെമ്പററി ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ് by which the banker allows a businessman to overdraw his current account. ഒരു ടെമ്പററി ഫിനാൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ്. ഇപ്പോൾ ഒരു സാധാരണ ബിസിനസ്സുകാരാണല്ലോ കറൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ കറൻറ്റ് അക്കൗണ്ടിൽ ഉള്ള മണീനെക്കാട്ടിലും കൂടുതലായിട്ട് എക്സസ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ആ ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ കറൻറ്റ് അക്കൗണ്ട് ബാലൻസിൽ ഉള്ളതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് അതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് വിഡ്രോൺ ഇൻ എക്സസ് ഓഫ് കറൻറ്റ് അക്കൗണ്ട് ബാലൻസ് ഈസ് കോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ദ ഓഡിറ്റർ ഷാൾ വെരിഫൈ ദ എമൗണ്ട് ഓഫ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഫ്രം ദ പാസ്ബുക്ക്. അപ്പോൾ ബാങ്കിൻ്റെ പാസ്ബുക്കിൽ നിന്നും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എത്രയാണ് ഓവർ ഡ്രാഫ്റ്റ് വന്നിട്ടുള്ളത്. ഓഡിറ്റർ അവിടെ അത് വെച്ചിട്ടാണ് വെരിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാഷ് ബുക്കിൽ എൻട്രീസ് വെരിഫൈ ചെയ്താലും നമുക്കത് അറിയാനായിട്ട് സാധിക്കും. He should also verify whether any asset of the company is given as a security. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവർ ഡ്രാഫ്റ്റിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ കമ്പനിയുടെ ഏതെങ്കിലും അസറ്റ് അങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും അവിടെ വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പററി ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ് ഗിവൺ ബൈ ദ ബാങ്ക് ടു ബിസിനസ്മാൻ ടു ഓവർഡ്രോ ഹിസ് കറൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വെരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, ബാങ്ക് പാസ്ബുക്കിൽ നിന്നും നമുക്കറിയാൻ പറ്റും ഓഡിറ്റർക്ക് എത്രത്തോളം നമ്മൾ എക്സസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. മാത്രമല്ല എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ അസറ്റാണോ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും വെരിഫൈ ചെയ്യണം. ദെൻ നെക്സ്റ്റ് ആൻഡ് ഫൈനൽ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്. അപ്പോൾ ഓഡിറ്റർ ഇവിടെ എക്സാമിൻ ചെയ്യുന്നത് മെമ്മോറൻഡം ഓഫ് അസോസിയേഷനിലും അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഈ ഷെയറിൻ്റെ ഫോർഫീച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവും, പ്രൊവിഷൻസ് ഉണ്ടായിരിക്കും. അതാണ് അവിടെ ആദ്യം എക്സാമിൻ ചെയ്യുന്നത്. മാത്രമല്ല ഡയറക്ടേഴ്സ് മീറ്റിങ്സിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ഡിസ്കഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ മിനിറ്റ്സ് ബുക്കിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഓഡിറ്റർ അതും കൂടെ വെരിഫൈ ചെയ്യും. ഇപ്പോൾ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൽ ദ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദ റെലവൻറ്റ് പ്രൊവിഷൻസ് ഇൻ ദ മെമ്മോറൻഡം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് of association in respect of forfeiture of shares. He should also check the minutes book of the directors meetings. അപ്പോൾ ഇത്രയാണ് നമ്മൾ വെരിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസിൽ നമ്മൾ പറഞ്ഞത്. ക്യാപിറ്റലിനെ പറ്റി പറഞ്ഞു, റിസർവ്സ് ആൻഡ് സർപ്ലസിനെ പറ്റി പറഞ്ഞു, ഡിബെഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ്, പ്രൊവിഷൻസ്, കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്, ബിൽസ് പേയബിൾ, എമൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്. ഇത്രയാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ തേർഡ് ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്ത പോർഷൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഓഡിറ്റഡ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ കവർ ചെയ്തത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് വൗച്ചിങ് എന്താണെന്നുള്ളത്, എന്താണ് ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ എപ്പോഴും 4 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് വൗച്ചിങ് ഈസ് എസൻസ് ഓഫ് ഓഡിറ്റിംഗ്, വൈ
അങ്ങനെ ഒരു 4 മാർക്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാറുണ്ട്. അത് ടെക്സ്റ്റിൽ എടുക്കുമ്പോൾ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് വൗച്ചിങ്, എന്താണ് വൗച്ചർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ആ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അതിനെയാണ് നമ്മൾ വൗച്ചർ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ക്യാഷ് മെമ്മോസ് ആയിരിക്കാം, പാൻ സ്ലിപ്സ് ആയിരിക്കാം, പർച്ചേസ് ഇൻവോയ്സ് ആയിരിക്കാം, ക്യാഷ് ബിൽ, സെയിൽസ് ഇൻവോയ്സ് ഒക്കെ ആവാം. പിന്നെ വൗച്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ്, പ്രൈമറി വൗച്ചേഴ്സ് ഉണ്ട്, സെക്കൻഡറി വൗച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈമറി വൗച്ചേഴ്സ് എന്ന് വെച്ചാൽ ഒറിജിനൽ റിട്ടേൺ ഡോക്യുമെൻറ്റ്സ് ആണ്. സെക്കൻഡറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആവില്ല, അതിൻ്റെ ഫോട്ടോ കോപ്പി. പിന്നെ ഒരു വൗച്ചറിന് ഉണ്ടായിരിക്കേണ്ട റിക്വയർമെൻറ്റ്സ് എന്താണ്, വൗച്ചേഴ്സ് ഫോർ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ. പിന്നെ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ വൗച്ചിങ് കണ്ടക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൺഫേമിറ്റി വേണം, റിലയബിലിറ്റി ഉണ്ടായിരിക്കണം, പിന്നെ കുറേ ജനറൽ ഗൈഡ് ലൈൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺസിഡറേഷൻസൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ക്യാഷ് ബുക്ക് വൗച്ചിങ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസൊക്കെ വൗച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ജനറലായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം നോക്കണം, അക്കൗണ്ടിങ് എൻട്രീസ്, ഡോക്യുമെൻ്ററി എവിഡൻസ്, അരിത്മെറ്റിക് അക്യുറസി, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ക്യാഷ് ബുക്കിൻ്റെ റെസീപ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, അതിൻ്റെ വൗച്ചിങ് എങ്ങനെയാണ്. ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് സെയിൽസ്, ക്യാഷ് റൺ ഡെറ്റേഴ്സ്, ബിൽസ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺസ് ഫ്രം ബാങ്ക്സ്, റെൻറ്റ് റിസീവ്ഡ്, ഇൻകം ഫ്രം പർച്ചേസ് എഗ്രിമെൻറ്റ്, ഇൻഷുറൻസ് ക്ലെയിം, സബ്സ്ക്രിപ്ഷൻ, മിസ്ലേനിയസ് റെസീപ്റ്റ്സ്. ഇത്രയാണ് നമ്മളുടെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് ബുക്കിൻ്റെ റെസീപ്റ്റ് സൈഡിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പേയ്മെൻറ്റ് സൈഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക. ക്യാഷ് പർച്ചേസ്, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, വേജസ്, സാലറീസ്, റെൻറ്റ് പെയ്ഡ്, ഓഫീസ് എക്സ്പെൻസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, കമ്മീഷൻ പെയ്ഡ്, ഡയറക്ടേഴ്സ് ഫീസ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിവിഡൻറ്റ് പെയ്ഡ്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസെറ്റ്സ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ലോൺസ് റീപെയ്ഡ്, ഇൻഷുറൻസ് പ്രീമിയം, ഇൻകം ടാക്സ് പെയ്ഡ്, പേയ്മെൻറ്റ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ബാങ്ക്. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അതിൽ പേയ്മെൻറ്റ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ബാങ്കിൽ പേയ്മെൻറ്റ് ഇൻ ടു ബാങ്കും പേയ്മെൻറ്റ് ഔട്ട് ഓഫ് ബാങ്കും പറഞ്ഞിരുന്നു. പിന്നെ പെറ്റി ക്യാഷ് എക്സ്പെൻസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ വൗച്ചിങ് എങ്ങനെയാണെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ട്രേഡിംഗ് ട്രാൻസാക്ഷൻസിൻ്റെ വൗച്ചിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻ എന്ന് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രേഡിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ അതർ ദാൻ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻ. അപ്പോൾ അതിൽ ക്രെഡിറ്റ് പർച്ചേസ്, അതിൽ എന്തൊക്കെയാണ് ഓഡിറ്ററുടെ ഡ്യൂട്ടി, ക്രെഡിറ്റ് സെയിൽസ്, അതിൽ ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്താണ്, പിന്നെ പർച്ചേസ് റിട്ടേൺസ്, സെയിൽസ് റിട്ടേൺസ്, ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, ഇതൊക്കെ പറഞ്ഞു. പിന്നെ പഠിച്ച 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഗുഡ്സ് സോൾഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് ഓർ സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിൽ ഓൺ റിട്ടേൺ ബേസിസിൽ നമ്മൾ സെൻഡ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് അപ്രൂവ് ചെയ്യണം, കസ്റ്റമേഴ്സ് അപ്രൂവ് ചെയ്യുന്നത് വരെ അത് നമ്മൾ ഗുഡ്സ് വിത്ത് കസ്റ്റമേഴ്സ് എന്നുള്ള പോലെയാണ് കാണിക്കുക. അത് നമുക്ക് സെയിലായിട്ട് ഒരിക്കലും ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് സെയിൽസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡെപ്റ്റേഴ്സിലോ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് ആണ് നെക്സ്റ്റ് വൺ പറയുന്നത്. ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് ഔട്ട്വാർഡ് ചാനലിലാണ് അത് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അൺസോൾഡ് സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെയിൽസിൽ അത് കാണിക്കില്ല. പിന്നെ സ്റ്റോക്കിൽ നമ്മൾ എന്താ വെച്ചാൽ ബാലൻസ് ഷീറ്റ് കൺസൈനറുടെ പേരിലൊക്കെ കാണിക്കും. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ചാനൽ പ്രോപ്പറിലുള്ള എൻട്രീസിനെ പറ്റി പറഞ്ഞിരുന്നു. ഡെപ്റ്റേഴ്സ് ലെഡ്ജർ, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ്, ഇതൊക്കെ എന്താണെന്നുള്ളതും എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വെരിഫിക്കേഷനും വാല്യുവേഷനും വെരിഫിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ വെരിഫിക്കേഷനിൽ പറയുന്നത്.
എക്സിസ്റ്റൻസ്, അസറ്റിൻ്റെ എക്സിസ്റ്റൻസ്, അതിൻ്റെ ഓണർഷിപ്പ്, അതുപോലെ തന്നെ അതിൻ്റെ വാല്യുവേഷൻ. ഇതാണ് 3 കേസ്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് വെരിഫിക്കേഷൻ എന്താണ്, ടെക്നിക്സ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. വൗച്ചിങ്ങും വെരിഫിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് പറഞ്ഞിരുന്നു. വെരിഫിക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് എന്താണ്. പിന്നെ വാല്യുവേഷനാണ് പിന്നത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ പറയുന്നത്. വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അസൈനിങ് അപ്രോപ്രിയേറ്റ് വാല്യൂ ടു ദ അസറ്റ് ഓർ ലയബിലിറ്റീസ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ക്ലോസിങ് ദം ഇൻ ദ ബാലൻസ് ഷീറ്റ്. നമ്മൾ അസറ്റ്സിനും ലയബിലിറ്റീസിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാല്യൂസ് അസൈൻ ചെയ്യുക, അതിനെയാണ് വാല്യുവേഷൻ. അപ്പോൾ അതിലും കുറേ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു. വാല്യുവേഷൻ്റെ സമയത്ത് ഫോളോ ചെയ്യേണ്ട ജനറൽ കൺസിഡറേഷൻസ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. വെരിഫിക്കേഷനും വാല്യുവേഷനും തമ്മിലുള്ള ഡിഫറൻസ്, എല്ലാ ഡിഫറൻസുകളും മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ എങ്ങനെയാണ് അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഒക്കെ വാല്യുവേഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സും നമ്മൾ പഠിച്ചു. ഓരോന്നിൻ്റെയും ഇപ്പോൾ ഇൻടാൻജിബിൾ അസറ്റ് ആണെങ്കിൽ ഗുഡ് വില്ല്, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, അങ്ങനെ എല്ലാറ്റിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇൻവെൻട്രീസ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇൻവെൻട്രീസ് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ മെത്തേഡ്സ് ഏതാണെന്നുള്ളതൊക്കെ പഠിച്ചു. വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, സൺട്രി ഡെപ്റ്റേഴ്സ്, അങ്ങനെ ഓരോ ഹെഡിങ്ങും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോൺസൊക്കെ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് വെരിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്തത്. സോ എല്ലാവരും വായിച്ച് നോക്കുക, നന്നായി പഠിക്കുക. താങ്ക് യു.